ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടി നമ്മുടെ വെള്ളനാതുരം ബീച്ചിൽ വന്നേക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും പച്ചയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വെള്ളനാതുരം ബീച്ചിൽ ഡാൻസ് എടുക്കാൻ വന്നത്. ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്തിട്ട് ഒരുപാട് നാളായി. ഇന്ന് നല്ല നേരത്തെയാണ് ഞങ്ങൾ വന്നത്. ഒരു 4 മണി 4:15 ആയപ്പോൾ നമ്മൾ റീൽസ് എടുക്കാൻ വന്നത്. നല്ല നേരെ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാനിപ്പോൾ നടന്നു വരുന്ന കണ്ടിട്ട് എനിക്ക് ആ ജയൻ്റെ ഒരു ലുക്ക് പോലെ തോന്നി ഗായ്സ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നല്ല പൊതഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ ഇതിലേക്കൂടെ നടക്കാൻ നല്ല പാടാ. പിന്നെ നമ്മുടെ ക്യാമറാമാൻ നമ്മളെക്കാട്ടി മുമ്പേ നടന്നുകൊണ്ടിരിക്കട്ടെ. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറാമാൻ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നടന്ന് നമ്മളിങ്ങനെ കുറച്ച് അങ്ങ് പോയാണ് റീൽസ് എടുക്കുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, 2 കൂടെ ഇറങ്ങാൻ നോക്കുന്നത്. ഒരാൾ ഇറങ്ങിയത് കണ്ട അടുത്തതിപ്പോൾ ഇറങ്ങാനായിട്ട് വലിയ പാട് പെട്ടുകൊണ്ടിരിക്കും. അത് ഇതുപോലൊക്കെ തന്നെ ഇറങ്ങുന്നത്. നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഡാൻസിൻ്റെ റീൽസ് എടുത്ത് കഴിഞ്ഞിട്ടേ നമ്മൾ അവിടെയൊക്കെ കറങ്ങാൻ നിൽക്കത്തുള്ളൂ. ഇത് നോക്കിക്കോണം ഗൈസ്, ഒരു വട്ടം ഞാൻ തെറ്റിക്കുവാണെങ്കിൽ അടുത്ത വട്ടം അവൾ തെറ്റിക്കും. രണ്ടുപേരുടെ അടിയും വഴക്കും ഇട്ടാണ് റീൽസ് എടുക്കുന്നത്. ഇപ്പോൾ നോക്കണം, ഇപ്പോൾ ഒരു വട്ടം അവൾ തെറ്റിച്ച്, പിന്നെ ഞാൻ ഒരു വട്ടോടെ തൊട്ട് പിന്നെയും ചെയ്യും. അങ്ങനെ ഭയങ്കര അടിയിട്ടാണ് ഞങ്ങൾ റീൽസ് എടുക്കുന്നത്. അങ്ങനെ ഒരുവിധം ഞങ്ങളൊരു 3 ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്ത് എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഓടുന്നു. റീൽസ് എടുത്തതിൻ്റെ സന്തോഷത്തിൽ ഒരാൾ ഓടി കടലിനകത്തോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ഹണിക്കാണെങ്കിൽ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് ഇച്ചിരി പേടി അങ്ങോട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് അവൾ ഇറങ്ങിയില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം തുള്ളിച്ചാടി കുറച്ച് പട്ടിച്ചൊക്കെ കാണിച്ച് അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച്. അവൾക്ക് കടലിൽ ഇറങ്ങാൻ പേടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവളൂടെ കുറച്ച് നേരം കളിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരുടെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത്. ഇത് പിന്നെ 2 എണ്ണവും കൂടെ കുറേ കിളികൾ കൂടി നിൽക്കുന്നതെന്നും പറഞ്ഞ് അവത്തുങ്ങളെ ഓട്ടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താ, കാണുന്ന എല്ലാം എനിക്ക് വേണം. ഈ ടീഷർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കൊരു പിങ്ക് ക്യൂട്ട് ടീഷർട്ട് ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ച് നോക്കി. ഇതും എനിക്കിഷ്ടപ്പെട്ടു, രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. കാണുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഈ 2 എണ്ണം ഞാനെടുത്ത് കവറിലിട്ട്, കാണുന്നതെല്ലാം പറക്കി കവറിനകത്തിട്ടിട്ട് എല്ലാം ഇട്ട് നോക്കിയിട്ട് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഷർട്ട് കണ്ട്. ഈ ഷർട്ട് എനിക്കിഷ്ടപ്പെട്ട്. ഈ ഷർട്ട് വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ക്യൂട്ട് ലുക്കായിട്ട് എനിക്ക് തോന്നി. ആ പിങ്ക് ഞാൻ എടുത്തതുണ്ടല്ലോ, അത് സ്വെറ്റർ ആയിരുന്നു. കന്നാസിനെയും കടലാസിനെയും പോലെ ഹണി സഞ്ചിയൊക്കെ പിടിച്ച് എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലൂ ഷർട്ട് ഉണ്ടപ്പോൾ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വെച്ച് നോക്കി. അപ്പം ഞാൻ എടുത്തില്ല, അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയില്ല. പിന്നെ ഈ പിങ്ക് ഇട്ട് നോക്കി. ഈ പിങ്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ട് ലുക്ക് എനിക്ക് തോന്നി. ഞാൻ ഈ കാണിക്കുന്ന പട്ടിച്ചൊക്കെ കണ്ട് ഹണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അവളാ കാണിക്കുന്നത്. പിന്നെ അമ്മ കണ്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നതല്ല. ഈ ഡ്രസ്സ് എനിക്ക് അമ്മ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇത് എക്സ്ട്രാ സ്മാളായിരുന്നു, നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതെനിക്ക് കുറച്ച് ലൂസായിരുന്നു. ഇതും ഞാൻ എടുത്തില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഷർട്ട് ഇട്ട് നോക്കിയപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ ഈ കുറച്ച് പട്ടിഷോ കാണിക്കുന്നത്. എനിക്ക് ഈ ഷർട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ എടുത്ത്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്താ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട്. അപ്പോൾ ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടുള്ളൂ. കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ ടീഷർട്ട് എടുത്ത് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ അമ്മ പറഞ്ഞു ഇതിൻ്റെ നെക്ക് മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്, അത് വേണ്ട. അതിനകത്തുനിന്ന് 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വെളിയിൽ വന്നിട്ട് ഒന്നും കൂടെ വേറെയും കൂടെ നോക്കാമെന്നും പറഞ്ഞ് വേറെ 2 ഡ്രസ്സസ് കൂടെ എടുത്ത്. ഡ്രസ്സസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ നോക്കാമെന്നും പറഞ്ഞ് ഇത് 2 എണ്ണം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ എൻ്റെ വള്ളി ഇപ്പുറത്തായി പോയോ, അടുത്ത് ഇറങ്ങി ചാവാനായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇത് ഞാൻ സെലക്ട് ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മറ്റേത് ഞാൻ അതിന് മുമ്പേ ഇട്ട് നോക്കി, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ഒരു ജോഡി സോക്സും എടുത്ത്, ഹണിക്ക് ഒരു ജോഡി സോക്സും എടുത്ത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ അടിച്ചു. ബില്ലെല്ലാം വലിയ റേറ്റൊന്നും ആയില്ല. ഞാൻ 2 ടീഷർട്ട് മാത്രമേ എടുത്തുള്ളൂ, ഡ്രസ്സസ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ബില്ലെല്ലാം അടിച്ചിട്ട് നമ്മൾ നേരെ നല്ല ഭൂമിയിൽ പോയി നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിച്ച്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടൻ ചായ, ഈവനിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കട്ടൻ ചായ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസും എല്ലാം കഴിച്ച് വീട്ടിലോട്ട് പോയി. അത്യാവശ്യം നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.